നാളെയാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക പരിപാടികളൊക്കെ തന്നെ നടക്കുക. ഇന്ന് വൈകിട്ട് 6:30 കൂടിയാണ് അദ്ദേഹം ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലേക്ക്, സൈനിക വിമാനത്താവളമായ പാലം വിമാനത്താവളത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് എല്ലാവിധ പ്രോട്ടോകോളുകളും മാറ്റിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി വ്ളാഡിമിർ പുടിനെ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. ശേഷം ഒരേ വാഹനത്തിൽ ഇരുവരും പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗിലെ വസതിയിലേക്കാണ് പോയിരിക്കുന്നത്. ഇന്നവിടെ പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റിനായി അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ മോസ്കോ സന്ദർശന വേളയിൽ റഷ്യൻ പ്രസിഡന്റും പ്രധാനമന്ത്രിക്കായി ഇത്തരത്തിലേക്കൊരു അത്താഴ വിരുന്ന് നൽകിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയും ഒരു അത്താഴ വിരുന്ന് നൽകുന്നത്. ഇരുവരും ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് എത്തിയിട്ടുള്ളത്. അവിടെ വെച്ച് അത്താഴ വിരുന്ന് ഇന്നുണ്ടാകും. നേരത്തെയും ഒരേ വാഹനത്തിൽ ഇരുവരും ഈ നേരത്തെ ചൈനയിലൊക്കെ വെച്ച് നടന്ന ഈ ഷാങ്ഹായ് ഉച്ചകോടിയിലും ഇരുവരും ഇങ്ങനെ ഒരേ വാഹനത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഒരേ വാഹനത്തിൽ ഇരു നേതാക്കളും സഞ്ചരിക്കുമെന്നുള്ള ചില സൂചനകളൊക്കെ ദേശീയ മാധ്യമങ്ങൾ നേരത്തെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. പിന്നാലെയാണ് ഈ പ്രോട്ടോകോളുകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നേരിട്ടെത്തി പുടിനെ സ്വീകരിക്കുകയും ശേഷം ഒരേ വാഹനത്തിൽ ഇരുവരും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കൊക്കെ തന്നെ പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത്താഴ വിരുന്നിൽ പങ്കെടുക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. റഷ്യൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പരിപാടികളൊക്കെ തന്നെ നാളെയാണ് ഉണ്ടാവുക. നാളെ രാവിലെ 11 മണിയോടുകൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമുവുമായി വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം അദ്ദേഹം രാജ്ഘട്ട് സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ശേഷം ഹൈദരാബാദ് ഹൗസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിൽ ആരോഗ്യം, പ്രതിരോധം, കൃഷി ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചേക്കുമെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, മറ്റ് ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെയൊക്കെ ഭാഗമായി അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന അധിക തീരുവ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത്തരത്തിലേക്കുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നുള്ള ചില സൂചനകളൊക്കെ നേരത്തെ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുമുണ്ടായിരുന്നു. നാളെ നടക്കുന്ന 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിലും പുടിൻ പങ്കെടുക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് മടങ്ങുക. അദ്ദേഹത്തിന്റെ രാജ്യം ഹൃദ്യമായ സ്വീകരണം തന്നെയാണ് നൽകിയിരിക്കുന്നത്.